നിങ്ങൾ ഈ ദൃശ്യം ഒന്ന് ഭാവനയിൽ കാണുക. തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഒരു പുലർച്ചെ നിങ്ങൾ യാത്ര തുടങ്ങുന്നു. കൃത്യം 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കുകയാണ്. 500 കിലോമീറ്ററിലധികം ദൂരം വെറും 180 മിനിറ്റിൽ. ഇത് ജപ്പാനിലോ ജർമ്മനിയിലോ ഉള്ള കഥയല്ല, നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിപ്ലവമാണ്. പക്ഷെ ഈ സ്വപ്നത്തിന് മുന്നിൽ നിൽക്കുന്ന ആ വില്ലൻ ആരാണ്? എന്തുകൊണ്ടാണ് ഓരോ കേന്ദ്ര ബജറ്റ് കഴിയുമ്പോഴും കേരളം നിരാശയിലാകുന്നത്? എല്ലാവരും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ 90-ാം വയസ്സിലും തളരാത്ത ആവേശവുമായി ഒരാൾ മാത്രം മറ്റൊരു വഴിയിലാണ്. ഭാരതത്തിന്റെ വികസന ഇതിഹാസം സാക്ഷാൽ മെട്രോമാൻ ഇ ശ്രീധരൻ. നാളെ പൊന്നാനിയിൽ അദ്ദേഹം ഒരു പുതിയ ഓഫീസ് തുറക്കുന്നു. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമില്ലാത്ത പ്രൊജക്ടിന് വേണ്ടി എന്തിനാണ് അദ്ദേഹം ഇത്രയും പണം ചിലവാക്കി ഓഫീസ് തുറക്കുന്നത്? അദ്ദേഹം ആത്മവിശ്വാസത്തിലാണോ, അതോ ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകമാണോ? സിൽവർ ലൈൻ എന്ന പുകമറയ്ക്ക് പിന്നിലെ അണിയറ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? പിണറായി സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ഈ വടംവലിയിൽ കേരളത്തിന് നഷ്ടമാകുന്നത് എന്താണ്? ഭാരതത്തിന്റെ അതിവേഗ റെയിൽ ഭൂപടത്തിൽ കേരളത്തിന് ഒരിടമുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി കേരളത്തിന്റെ വിധി മാറ്റി എഴുതാൻ പോകുന്ന ആ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ഏറ്റവും വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. ഓരോ വർഷവും ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് വരുമ്പോൾ കേരളത്തിലെ ചർച്ചകൾ ഒരുപോലെയാണ്. അവഗണന, വിവേചനം. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. അതിവേഗ റെയിൽ പദ്ധതിയെ കുറിച്ച് ബജറ്റിൽ ഒരു വരി പോലുമില്ല. ഉടനെ വന്നു രാഷ്ട്രീയ ആരോപണങ്ങൾ. എന്നാൽ ഇവിടെയാണ് ഈ ശ്രീധരൻ എന്ന സാങ്കേതിക വിദഗ്ധന്റെ ശബ്ദം വേറിട്ട് നിൽക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തെയല്ല കുറ്റപ്പെടുത്തുന്നത്, മറിച്ച് കേരള സർക്കാരിന്റെ നടപടിക്രമങ്ങളിലെ പാളിച്ചകളെയാണ്. എന്തുകൊണ്ടാണ് ബജറ്റിൽ ഈ പദ്ധതി വരാതിരിക്കുന്നത്? കാരണം അതിന് വളരെ കൃത്യമായൊരു സാങ്കേതിക കാരണമുണ്ട്. റെയിൽവേയുടെ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ഒരേ ആവശ്യത്തിനായി 2 സമാന്തര പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകില്ല. കേരള സർക്കാർ മുൻപ് അവതരിപ്പിച്ച സിൽവർ ലൈൻ അഥവാ കെ-റെയിൽ പദ്ധതിയുടെ ഫയലുകൾ ഇപ്പോഴും റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലുണ്ട്. ആ പദ്ധതി ഉപേക്ഷിച്ചുവെന്നോ പിൻവലിച്ചുവെന്നോ ഉള്ള ഔദ്യോഗിക അറിയിപ്പ് കേരളം കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. കൂടാതെ ഒരു വശത്ത് സിൽവർ ലൈൻ എന്ന കടമ്പ നിൽക്കുമ്പോൾ മറ്റൊരു സെമി ഹൈസ്പീഡ് റെയിലിന് ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രത്തിന് നിയമപരമായ തടസ്സമുണ്ട്. അതായത് സിൽവർ ലൈൻ എന്ന ഫയൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പുതിയൊരു പദ്ധതിക്ക് വഴി തുറക്കൂ. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത്. ഇത് ശ്രീധരൻ ആരോപിക്കുകയാണ്. ഇവിടെയാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫയലുകളുടെ നീക്കം ശ്രദ്ധിക്കേണ്ടത്. ശ്രീധരൻ എന്ന പേര് വെറും ഒരു രാഷ്ട്രീയക്കാരൻ്റെതല്ല, അത് ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുടെ പര്യായമാണ്. 1964-ലെ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ തകർന്ന പാമ്പൻ പാലം വെറും 46 ദിവസം കൊണ്ട് പുനർനിർമ്മിച്ച ആ അത്ഭുത മനുഷ്യനെ നമുക്ക് മറക്കാനാവില്ല. റെയിൽവേ നൽകിയ 6 മാസത്തെ കാലാവധിക്ക് മുൻപേ അദ്ദേഹം അത് പൂർത്തിയാക്കി. പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റെയിൽവേ വിപ്ലവമായ കൊങ്കൺ റെയിൽവേ, സഹ്യാദ്രിയുടെ കഠിനമായ പാറക്കെട്ടുകൾ തുറന്ന് ആയിരക്കണക്കിന് പാലങ്ങളും ടണലുകളും നിർമ്മിച്ച് അദ്ദേഹം അത് സാധ്യമാക്കി. ഡൽഹി മെട്രോ എന്ന ലോക നിലവാരത്തിലുള്ള യാത്രാ സംവിധാനം. ഇതൊന്നും വെറും വാഗ്ദാനങ്ങളല്ല, അദ്ദേഹം തെളിയിച്ച യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ 90-ാം വയസ്സിലും അദ്ദേഹം ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തനം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ പദ്ധതിയുമുണ്ട്. പൊന്നാനിയിൽ അദ്ദേഹം തുടങ്ങുന്നത് വെറും ഒരു ഓഫീസ് അല്ല, കേരളത്തിന്റെ വികസനത്തിന്റെ വാർ റൂമാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കാൾ ഉപരിയായി ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ തന്റെ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന അവസാനത്തെ വലിയ പോരാട്ടമാണിതെന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് സിൽവർ ലൈനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വലിയ പ്രതിഷേധങ്ങളാണ് ആ പദ്ധതി നേരിട്ടത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, സാമൂഹിക ആഘാതം. 10,000-കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരും. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇത് വലിയൊരു പ്രതിസന്ധിയുമാണ്. കേരളത്തെ വടക്ക് മുതൽ തെക്ക് വരെ 2ആയി വിഭജിക്കുന്ന വലിയ മതിൽക്കെട്ടുകൾ ഇത് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രളയ സാധ്യത കൂട്ടുകയും ചെയ്യും. സിൽവർ ലൈൻ വിഭാവനം ചെയ്തത് സ്റ്റാൻഡേർഡ് ഗേജ് പാതയിലാണ്. ഇത് നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് പാതയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. അതായത് ഇതൊരൊറ്റപ്പെട്ട ദ്വീപ് പോലെ നിലനിൽക്കുമെന്ന് സാരം. എന്നാൽ ശ്രീധരൻ നിർദ്ദേശിക്കുന്ന ബദൽ എന്താണ്? ഇവിടെയാണ് അദ്ദേഹം തന്റെ പ്രതിഭ പുറത്തെടുക്കുന്നത്. അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് എലവേറ്റഡ് പാതയാണ്. ഏതാണ്ട് 75% തൂണുകളിലൂടെ പോകുന്ന റെയിൽവേ. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് എടുത്തു പറയുന്നത് ഭൂമി വിഭജിക്കപ്പെടുന്നില്ല എന്നാണ്. നിലവിലുള്ള റോഡുകൾക്കോ തോടുകൾക്കോ തടസ്സമില്ലാതെ മുകളിലൂടെ ട്രെയിൻ പറക്കും. പിന്നെ കുറഞ്ഞ കുടിയൊഴിപ്പിക്കൽ. നിലത്ത് പാത നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ഭൂമി മാത്രമേ തൂണുകൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ വളവുകൾ ഇല്ലാതെ നേരായ പാതയായതുകൊണ്ട് തന്നെ 200 കിലോമീറ്ററിലധികം വേഗതയും കൈവരിക്കാം. ഇത് ഭാവിയിൽ ഭാരതത്തിലുടനീളം വരാനിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയുമായി യോജിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ്. കൂടാതെ ഇതൊരു ശാസ്ത്രീയമായ പരിഹാരം കൂടിയാണ്. സിൽവർ ലൈനെ എതിർത്തവർ പോലും ഈ തൂണുകളിലൂടെയുള്ള പാതയെ സ്വാഗതം ചെയ്യുമെന്നാണ് മെട്രോമാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് തള്ളിക്കളയാനാകില്ല.
സിൽവർ ലൈൻ നടന്നിട്ടില്ലെങ്കിൽ വേണ്ട, നമുക്കത് ആവശ്യമില്ല, നമുക്ക് RRTS റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കൊണ്ടുവരാമെന്നാണ് സർക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക് ഓടുന്ന മോഡൽ. ഇതാൽ ശ്രീധരൻ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നു. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നാണ്. എന്താണ് RRTSന്റെ കുഴപ്പം? ഇത് സത്യത്തിൽ ഒരു അതിവേഗ ട്രെയിൻ അല്ല, ഇതൊരു മെച്ചപ്പെട്ട മെട്രോ സംവിധാനം മാത്രമാണ്. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇത് നല്ലതാണ്. പക്ഷെ കേരളത്തിൽ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പായാനത് ഇത് പര്യാപ്തമല്ല. 150 കിലോമീറ്റർ പരമാവധി വേഗത എന്ന് പറയുമെങ്കിലും പ്രായോഗികമായി ഇത് വളരെ കുറവായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് 3 മണിക്കൂർ എന്നത് ഈ പദ്ധതിയിൽ നടക്കില്ല. കൂടാതെ ഇതിന്റെ സാമ്പത്തിക വശം നോക്കിയാൽ കേരളം വലിയൊരു കടക്കണിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. പകുതിയിലധികം ചെലവ് വിദേശ വായ്പയായി കണ്ടെത്തണം. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഇത് താങ്ങാനാകില്ല. അതുകൊണ്ടാണ് ശ്രീധരൻ ഒരു പുതിയ ഫോർമുല മുന്നോട്ട് വെക്കുന്നത്. 51% കേന്ദ്ര പങ്കാളിത്തമുള്ള സംയുക്ത സംരംഭം. പിന്നെ റെയിൽവേ മന്ത്രാലയം നേരിട്ട് ഇതിൽ പങ്കാളിയായാൽ ഫണ്ട് കണ്ടെത്താൻ പ്രയാസവുമില്ല. സുരക്ഷാ കാര്യങ്ങളിൽ റെയിൽവേയുടെ നേരിട്ടുള്ള നിരീക്ഷണവും ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ചുറ്റും ഒന്ന് നോക്കണം. ഇന്ത്യ ഇന്ന് മാറുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ത്യയുടെ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റി. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് 320 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അതിവേഗ പാതകൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തെ 3ാമത്തെ വലിയ ശക്തിയാകാൻ കുതിക്കുമ്പോൾ കേരളം മാത്രം എന്തിന് പഴയ ട്രാക്കുകളിൽ തളച്ചിടണം? നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പോലും കേരളത്തിലെ വളവുകൾ കാരണം അതിന്റെ പൂർണ്ണ വേഗതയിൽ ഓടാൻ കഴിയുന്നില്ല. നിലവിലുള്ള ട്രാക്കുകൾ നവീകരിച്ചാൽ പോലും നമുക്ക് ലഭിക്കാവുന്ന വേഗതയ്ക്ക് ഇവിടെ പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ സമാന്തര പാത അഥവാ ഡെഡിക്കേറ്റഡ് ഹൈസ്പീഡ് കോറിഡോർ കേരളത്തിന് അനിവാര്യമാകുന്നത്. ഇത് വെറും ഒരു ആഡംബരമായി കരുതരുത്. കേരളത്തിന്റെ വികസനത്തിന് അത്യാവശ്യമായ ഒരു പശ്ചാത്തല സൗകര്യമാണ്. അതായത് നാടോടുമ്പോൾ നടുകി ഓടണം എന്ന് പറയില്ലേ, അത്ര തന്നെ ഉള്ളൂ. എന്തിനാണ് ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറക്കുന്നത്? ഇതൊരു വ്യക്തിപരമായ വാശിയായി കാണരുത്. അദ്ദേഹത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. കേന്ദ്രത്തിന് ശ്രീധരന്റെ വാക്കുകളിൽ വിശ്വാസവുമുണ്ട്. ഒരു പദ്ധതി പ്രഖ്യാപിക്കണമെങ്കിൽ ആദ്യം അതിന്റെ ഗ്രൗണ്ട് വർക്ക് പൂർത്തിയാകണം. ഈ ഓഫീസിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് അതാണ്. ഒന്നാമത് DPR നവീകരണം, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക. മറ്റൊന്ന് ജനസമ്പർക്കം, പദ്ധതി ബാധിക്കുന്ന ജനങ്ങളുമായി സംസാരിക്കുക, അവരുടെ ആശങ്കകൾ നേരിട്ട് കേൾക്കുക. ഒരു പ്രൊജക്ട് വിജയിക്കണമെങ്കിൽ ജനകീയ പങ്കാളിത്തം വേണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമല്ലേ? അവരും കൂടി ഒപ്പം നിന്നാലല്ലേ എല്ലാം യാഥാർത്ഥ്യമാകൂ. അവർക്ക് വേണ്ടിയുള്ള പദ്ധതിയല്ലേ. രാഷ്ട്രീയമായ തടസ്സങ്ങൾ മാറിയാൽ ഉടൻ തന്നെ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാൻ തക്കവിധം പദ്ധതിയെ സജ്ജമാക്കുക. അദ്ദേഹം കാത്തിരിക്കുന്നത് ബജറ്റിലെ പ്രഖ്യാപനത്തിനല്ല, മറിച്ച് തന്റെ ഭാഗത്തെ ജോലികൾ കൃത്യമായി തീർക്കാനാണ്. ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ പണം താനേ വരുമെന്ന കർമ്മയോഗിയുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റേത്. നമ്മുടെ നാടിന്റെ ശാപം വികസനത്തിന് മേൽ രാഷ്ട്രീയം കളിക്കുന്നു എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ശ്രീധരനും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ ഈ ഈഗോകളെല്ലാം മാറ്റിവെക്കേണ്ടേ? എങ്കിലല്ലേ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂ. ശ്രീധരൻ പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചു എന്ന് ഒരു കത്ത് നൽകും. അത് നൽകിയാൽ കേന്ദ്രത്തിന് അടുത്ത നടപടികളിലേക്ക് കടക്കാം. പക്ഷെ ആ കത്ത് നൽകുന്നത് തന്റെ പരാജയമായി മുഖ്യമന്ത്രി കാണുന്നുണ്ടോ? എങ്കിൽ അത് കേരളത്തോടുള്ള അനീതിയാണ്. സിൽവർ ലൈൻ എന്ന പേരിൽ പണ്ട് ഏറ്റെടുത്ത എല്ലാ വായ്പകളും മറ്റു ബാധ്യതകളും ഒരുപക്ഷെ സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ തെറ്റായൊരു പദ്ധതിയിൽ തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ നല്ലത് അത് തിരുത്തി ശരിയായ വഴിയിലൂടെ പോകുന്നതാണ്. ശ്രീധരൻ എന്ന പ്രതിഭയെ ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഭാരതത്തിന്റെ സ്വത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂട്ടിവെച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: കേരളത്തിന് അതിവേഗ റെയിൽവേ അനിവാര്യമാണ്. അത് പരിസ്ഥിതിയെ തകർക്കുന്നതാകരുത്, അത് ജനങ്ങളെ തെരുവിലാക്കുന്നതാകരുത്. ഈ 2 നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഈ ശ്രീധരനേക്കാൾ മികച്ച മറ്റൊരു വ്യക്തി ഇന്ന് ഭാരതത്തിൽ നിലവിലില്ല. 90ാം വയസ്സിലും അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു ആവേശം നമുക്കൊരു പ്രചോദനമാകണം. രാഷ്ട്രീയ ചാണക്യന്മാർ വികസനത്തിന് തടസ്സം നിൽക്കുമ്പോൾ ഒരു എഞ്ചിനീയർ തന്റെ പണി തുടങ്ങുകയാണ്. സിൽവർ ലൈൻ എന്ന പുകമറ നീങ്ങുന്ന ദിവസം കേരളം പുതിയൊരു ട്രാക്കിലേക്ക് കയറും. 200 കിലോമീറ്റർ വേഗതയിൽ കേരളം കുതിച്ചു പായുന്ന ആ ദിവസം വിദൂരമല്ലെന്ന് നമുക്ക് എന്തായാലും പ്രത്യാശിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മെട്രോമാന്റെ ഈ പുതിയ ഓഫീസും പദ്ധതിയും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒട്ടും മടിക്കാതെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.